പുട്ടുപൊടി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കൂടുതൽ സമയം ചിലവുകളൊന്നും ഇല്ലാത്ത ഒരു സ്നാക്സ് ആട്ടത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിലത്തെ മട്ടയരിൻ്റെ പൊടിയാണ്. അല്ലെങ്കിൽ ചോറ് വെക്കണ മറ്റേ വെളുത്ത അരിയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ചിട്ടില്ലെങ്കിൽ ഇനി വറുക്കാതെ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇനി 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുമ്പോൾ ഒന്നായിട്ട് ഒഴിച്ചെടുക്കരുത്. ഇത് കുഴച്ചെടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൽ പുട്ടുപൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് പൊതിർന്ന് വരും. അപ്പോൾ കുറച്ചും കൂടി ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ ചെറിയ ബോൾസൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊരു ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതല്ലാതെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചട്ടി ആയതുകൊണ്ടെങ്കിൽ ഞാൻ പകുതിയെ ഇതിൽ ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. ചട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അത് ഒട്ടി പിടിക്കണ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എണ്ണയിൽ നിന്ന് കോരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കാരണം പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പോൾ പുട്ടുപൊടിയൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഒരു വട്ടയിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക് യു.